വിജയുടെ അവസാനത്തെ സിനിമ ജനനായകൻ. വിജയ് ഫാൻസിന്റെ ആ ഒരു പ്രതിഷേധമൊക്കെ ഒരുപാട് പോസ്റ്റുകളിലൊക്കെ നിറയുന്ന ഒരു സമയം കൂടെയാണ്. ആർക്കാണ് വിജയുടെ ഈ ഒരു സിനിമ പുറത്തേക്ക് വരുന്നത് ഇത്ര പ്രശ്നമായി? அதுமே പറയുള്ളൂ ഒരു വാട്ടി മുടിവ് പണിട്ടേക്ക് പെച്ച് നാനൊക്കെ മണ്ണി എന്നുള്ളതാണ് വിജയെ പറ്റി എല്ലാവരും പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വിജയുടെ അവസാനത്തെ ചിത്രമാണെന്നില്ല. വിജയ് ഒരു തവണ തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. അദ്ദേഹം സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുപോകാനാകില്ല. അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും, സിനിമയിൽ സജീവമാവുകയും ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പെനട്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. വിജയുടെ അവസാനത്തെ സിനിമ ജനനായകൻ. പുള്ളി തൻ്റെ ഫിലിം കരിയറിന്റെ അവസാനത്തെ സിനിമ അനൗൺസ് ചെയ്തിട്ട് വളരെയധികം ഫാൻ ബേസ് ഉള്ളൊരു സിനിമയായിരുന്നു ജനനായകൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സെൻസർ ബോർഡിന്റെ കുറച്ച് നിയമനങ്ങൾ അല്ലെങ്കിൽ അനുമതികൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡേറ്റ് മാറി പോയിക്കൊണ്ടിരിക്കുക. വിജയ് ഫാൻസിന്റെ ആ ഒരു പ്രതിഷേധമൊക്കെ ഒരുപാട് പോസ്റ്റുകളിലൊക്കെ നിറയുന്ന ഒരു സമയം കൂടെയാണ്. ആർക്കാണ് വിജയുടെ ഈ ഒരു സിനിമ പുറത്തേക്ക് വരുന്നത് ഇത്ര പ്രശ്നമായിട്ടുള്ളത്? അവരെ പറഞ്ഞതിനോട് ആദ്യമേ പറയുള്ളൂ ഒരു വാട്ടി മുടിവ് പണിട്ടേക്ക് പെച്ച് നാനൊക്കെ മാട്ടെ എന്നുള്ളതാണ് വിജയെ പറ്റി എല്ലാവരും പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വിജയുടെ അവസാനത്തെ ചിത്രമാണെന്ന്. ഇത് വിജയുടെ അവസാന ചിത്രമാണെന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുമ്പോഴും എൻ്റെ ഒരു ഇൻഡ്യൂഷൻ, എന്നെ പോലുള്ള കുറച്ച് പേരുടെ ഇൻഡ്യൂഷൻ, ഞാൻ വിജയ് ആരാധകരൊന്നുമില്ല. വിജയ് ഒരു തവണ തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. അദ്ദേഹം സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുപോകാനാകില്ല. അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും, സിനിമയിൽ സജീവമാവുകയും ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പെനട്രേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വിജയ് സിനിമയെ ആരാധിക്കുന്ന ഒരുപാട് ആരാധനാ ബിംബങ്ങൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു തിരിച്ചടിയാവുമായിരിക്കും. എന്നുവെച്ചാൽ വിജയുടെ പടങ്ങൾ ഇറങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ വിജയ് ഒരു പ്രൗഡ് പ്ലെയറാണ്. വിജയുടെ പടങ്ങൾ മാസ്സാണ്, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് രക്ഷകൻ മൂവീസാണ്. അല്ല അതിനപ്പുറത്തേക്ക് വിജയുടെ മൂവിക്ക് വേണ്ടി ഒരു കൂട്ടം ഫാൻസുകാർ കാത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിപ്പം ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ വിജയ് ഫാനായിരുന്നു, ആതിര വിജയ് ഫാനായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ശ്രീഹരിയും രഞ്ജിത്തും എല്ലാവരും തന്നെ വിജയ് ഫാനായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് യൂത്തിൻ്റെ പൾസാണ് വിജയ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വിജയ് എന്ന നടനെ നമ്മൾ കുറച്ചും കൂടെ ക്രോഡീകരിച്ച് ആ അഭിനയ നിലവാരത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ വിജയ് കാണിക്കുന്നത്, അപ്പോൾ അതിനെ പറയുമായിരിക്കും അവിടെ തമിഴ്നാട്ടുകാർക്ക് അത് മതി. കലയുമായി ബന്ധപ്പെട്ടാണല്ലോ സിനിമ ഈസ് എൻ്റർടൈൻമെന്റ് മീഡിയം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലുകാർക്ക് അത് മതി എന്നിട്ട് അപ്പുറത്തേക്കും അവരുടെ വിജയ് അതാണ്. തമിഴ്നാട്ടിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. ഇപ്പോൾ വെട്രിമാരന്റെ ആണെങ്കിലും അങ്ങനത്തെ ക്ലാസിക് സിനിമകളും, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ, അങ്ങനെ ഒരുപാട് ക്ലാസിക്. ഈ വിജയ് പടം ആരാധിക്കുന്നത് പോലെ ആഘോഷിക്കുന്ന പോലെ വെട്രിമാരന്റെ പടങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അല്ല, എല്ലാ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കാർത്തിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതേപോലെ അങ്ങനത്തെ സിനിമകളും അവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് എൻഡ് ഓഫ് ദ ഡേ സിനിമ ഈസ് ആൻ എന്റർടൈൻമെന്റ്. അത് വിജയ് ഇത്രയധികം അല്ലെങ്കിൽ അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സിനിമകൾ കാണുന്ന ആ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെയും വിജയ്ക്ക് ആരാധകരുണ്ട്. പക്ഷെ ഇവിടെ ഒരു റിലീസ് ചെയ്താൽ പോലും ഹൗസ്ഫുൾ ആവുന്ന രീതിയിൽ, ഫാൻ ഷോയ്ക്കൊക്കെ ഹൗസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് ഇവിടെ ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിജയ് എന്ന് പറയുന്നത്, വിജയുടെ സിനിമകൾ എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളിങ്ങിനപ്പുറത്ത് എത്രത്തോളം കലാമൂല്യമുള്ളൊരു ചിത്രങ്ങൾ അദ്ദേഹം ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എന്നെ വിമർശിക്കുകയായിരിക്കും അവാർഡ് അടൂർ ഗോപാലകൃഷ്ണന്റെ പടമാണോ എന്നുള്ളത്. അങ്ങനെയല്ല, ഞാൻ വിജയുടെ ഞാനിപ്പോ നമ്മളിവിടെ കയറുന്നതിന് മുമ്പ് നമുക്കൊക്കെ വളരെ ആൻസൈറ്റിയും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ 2.5 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ആഗോളപരമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാനൊന്നും പല സിനിമ പ്രേമികൾക്ക് ഇഷ്ടമൊന്നുമല്ല. അവർക്ക് ഇവിടെ പോയി ചോദ്യമില്ലേ, അതിന് വിജയ് മാത്രമല്ലല്ലോ, ഇവിടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വിജയ് അതാണ്, വിജയുടെ ഒരു പൾസ് ഉണ്ട്. വിജയ് സ്ട്രെസ് റിലീഫർ ആണോ? അല്ല, അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് എപ്പോഴാണ് നമ്മൾ അവിടെ പോയിട്ട് ഒരു റിലീസ് സിനിമകളൊക്കെ എന്തിനാ ആഘോഷിക്കപ്പെടുന്നത്? അവിടെ പോയി എൻജോയ് ചെയ്യുക, അവിടെ പോയി അയാളുടെ ഡാൻസിനൊത്ത് ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ലോജിക്ക് നോക്കിയിട്ട് നമ്മൾ സിനിമകൾ കാണുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു സീരിയസ് ആയി പോകും. അതിന്റെ അപ്പുറത്തേക്കും ഫിലിം എന്ന് പറയുന്നത് കുറച്ച് എന്റർടൈൻമെന്റ് ആണ്. ചിന്തിക്കാനും അതേപോലെ ചിന്തിപ്പിക്കാനും അതേപോലെ രസിക്കാനുമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാത്തിലും ഞാൻ വിജയുടെ അവസാനമായി ഞാൻ വിജയുടെ ഒരു പടം നല്ലപോലെ തിയേറ്ററിൽ പോയി കാണുന്നത് തുപ്പാക്കിയാണ്.
തുപ്പാക്കി കണ്ടിട്ട് കാണില്ല. അതിനുശേഷം വിജയുടെ പടങ്ങൾ കണ്ടിരുന്നു, ഒന്നും വർക്കായിട്ടില്ല. അവസാനം ബിഗിൽ എന്ന് പറയുന്ന സിനിമയിൽ അതിലൊരു സെക്കൻഡ് ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനായി വരുന്നൊരു ക്യാരക്ടർ. അത് മേക്കപ്പിൻ്റെയോ ഏതെങ്കിലും എവിടെയൊക്കെയോ വിജയ് കയറി വന്നിട്ടുണ്ടെങ്കിലും, വിജയുടെ സ്ഥിരം മാനറിസങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു ഇത് തോന്നി. അല്ലാതെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനുള്ളിൽ വിജയ് വ്യത്യസ്തത പുലർത്തുന്ന ഒരു റോള് ഇപ്പോൾ ജനനായകനിൽ കാണുമായിരിക്കും. ജനനായകൻ ഒരു പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുക തന്നെയാണ്. വിജയെ കൃത്യമായി തമിഴ്നാടിൻ്റെ CM ആയിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രൊപ്പഗണ്ട മൂവി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ തരത്തിലാണ്. അല്ലാതെ വിജയുടെ ഒരു വ്യത്യസ്ത കഥാപാത്രം, മാളിൽ നിന്ന് രക്ഷിക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കത്തി, അതേപോലെ എന്താണ് ഗ്രാമത്തെ രക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ മറ്റേ ടീഷർട്ട് അകത്തിട്ടിട്ട് കോട്ടിടുന്ന പരിപാടിയിൽ നിന്ന് ഒരു സ്യൂട്ടിലേക്കും അവിടെ നിന്ന് വേറൊരു പ്രത്യേക ശ്രേണിയിലേക്കും മാറിയെന്നല്ലാതെ എന്ത് പാറ്റേൺ മാറ്റമാണ് വിജയ് എന്ന അഭിനേതാവിനോട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. പാറ്റേൺ മാറ്റേണ്ട ആവശ്യമില്ല, അതാണ് സത്യാവസ്ഥ. ഇപ്പോ വിജയുടെ കാര്യങ്ങൾ ഞാൻ തിയേറ്ററിൽ പോയി സിനിമകളൊന്നും കണ്ടിട്ടില്ല. പുലി സിനിമ കണ്ടിട്ടില്ലേ? സൂര്യ ടിവിയിലൊക്കെ വരും, കണ്ടിട്ടുണ്ടല്ലോ. എന്താ അഭിപ്രായം? പുള്ളിക്കാരന്റെ മകൻ പറഞ്ഞിട്ട് ചെയ്ത ചിത്രമാണെന്നാണ് പറയുന്നത്. ഞാൻ എന്റർടൈൻമെന്റ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. സിനിമകൾ കണ്ടിട്ട് ഈ ക്ലാസിക് സിനിമകൾ കാണുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമകളുണ്ടല്ലോ, ആ ഒരു സ്ക്രിപ്റ്റ് ബേസ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ ഞാൻ ഓവറായിട്ട് ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ഇപ്പൊ CID മൂസയൊക്കെ കണ്ടിട്ടിരുന്നിട്ട് ഇരുന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. CID മൂസയും വിജയുടെ പടമൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കമ്പയർ ചെയ്യുന്നതല്ല, ഞാൻ സിനിമയുടെ രീതികൾ പറഞ്ഞതാണ്. ഓരോ സിനിമകളും സാമ്പത്തികമായി വിജയെ സംബന്ധിച്ച് സാമ്പത്തികമായി എല്ലാ പടങ്ങളും ബ്രേക്ക് ഈവനാവും. അത്രയ്ക്ക് ഒരു ക്രൗഡ് പുള്ളിങ് മെറ്റീരിയലാണ് വിജയ്. പിന്നെ വിജയുടെ മറ്റൊരു കാര്യം, വിജയ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ഏത് രാഷ്ട്രീയം, ഇപ്പോൾ TVKയുടെ രാഷ്ട്രീയമല്ല. അതിനു മുമ്പ് ഇവിടെ സംഘപരിവാർ ശക്തികൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ EDയുടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അദ്ദേഹം ഇലക്ഷന് കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ, ഇതൊക്കെ തന്നെ എന്താണ് സമൂഹത്തിന് ഏറ്റെടുക്കാവുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമ, അദ്ദേഹം പോലൊരു മഹാനടനാണ്, അഭിനയ പ്രതിഭയാണ് എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ ഒരു കൂട്ടർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം അംഗീകരിക്കാൻ ആവശ്യമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് പുള്ളിയെ അഭിനയ പ്രതിഭയായിട്ട് അംഗീകരിക്കണം, പുള്ളിക്ക് ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വേണം, ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വിജയിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു യുണീക്ക് കാര്യമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ മൂവിക്കകത്തിൽ നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് തോള് ചരിച്ചു വരുന്നത്. അത് റെപ്പറ്റീഷനായിട്ട് എല്ലാ സിനിമകളും കാണുന്നുണ്ടെന്ന് വിചാരിച്ച് ആരും ആസ്വദിക്കാതിരിക്കുന്നില്ലല്ലോ. അത് അയാളുടെ ഒരു ക്ലാസിക് കാര്യമാണ്. ഈ പറയുന്ന മുണ്ട് മടക്കി കുത്തുന്നതും മീശ വരിക്കുന്നതും ഇതൊക്കെ വേണം, എല്ലാ സിനിമകളിലും വേണം. അതിനിപ്പോൾ ഏത് ക്യാരക്ടർ മോഹൻലാൽ സിനിമ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് ഒന്ന് തോള് ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി മാൻ മൂവിക്കകത്ത് ഇപ്പൊ ദൃശ്യത്തിനകത്ത് ഒന്ന് തോള് ചേരാൻ ഏതെങ്കിലും വശത്ത് നടന്നു കഴിഞ്ഞാൽ ഇത് മോഹൻലാലാണ്, അത് ക്യാരക്ടർ മാറിപ്പോയി, അങ്ങനെയൊന്നും ആരും പറയത്തില്ല. അതുവരെ എൻജോയ് ചെയ്യും. ആ മനുഷ്യന്റെ ആ ഒരു യൂണീക്ക് സാധനം പോലും നമുക്ക് ഇഷ്ടമാണ്. അത് തന്നെയാണ് ഈ വിജയുടെ കാര്യം. വിജയുടെ റെപ്പറ്റീഷൻ ആയിട്ട് എത്ര സാധനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആസ്വദിക്കാറുണ്ട്. കാരണം അതൊരു എന്റർടൈൻമെന്റ് ആണ്. വിജയിൽ നിന്ന് എത്ര തവണ അത് കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കും, കൂകും, അല്ലെങ്കിൽ കൂകി വിളിക്കും. ആ ഒരു രീതിയിലേക്ക് വിജയ് സിനിമകളെ, അതാണ് വിജയ്ക്ക് ആവശ്യമല്ല. അല്ലെങ്കിൽ വിജയ്ക്ക് അറിയാം ഇതാണ് എൻ്റെ പ്രേക്ഷകർക്ക് ആവശ്യം എന്നുള്ളത്. അതുകൊണ്ട് എത്ര റെപ്പറ്റീഷൻ സിനിമ വന്നു കഴിഞ്ഞാലും അതവിടെ ഹൗസ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിലുള്ള വരുമാനം തിരിച്ച് കിട്ടുകയും ചെയ്യും. വിജയുടെ അവസാനത്തെ സിനിമ ജനനായകൻ. വിജയ് ഫാൻസിന്റെ ആ ഒരു പ്രതിഷേധമൊക്കെ ഒരുപാട് പോസ്റ്റുകളിലൊക്കെ നിറയുന്ന ഒരു സമയം കൂടിയാണ്. ആർക്കാണ് വിജയുടെ ഈ ഒരു സിനിമ പുറത്തേക്ക് വരുന്നത് ഇത്ര പ്രശ്നമായി? അതുമേ പറയുള്ളൂ, ഒരു വാട്ടി മുടിവ് പണിട്ട് പെറ്റ് നാനേക്കൊക്കെ മണ്ണി എന്നുള്ളതാണ് വിജയെ പറ്റി എല്ലാവരും പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വിജയുടെ അവസാനത്തെ ചിത്രമാണ്. വിജയ് ഒരു തവണ തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. അദ്ദേഹം സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടുപോകാനാകില്ല. അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും, സിനിമയിൽ സജീവമാവുകയും ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പെനട്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാവണമെന്നില്ല.